ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അച്ചാർ റെസിപ്പിയാണ്. പച്ചമാങ്ങയും വെളുത്തുള്ളിയും കൊണ്ടാണ് തയ്യാർ ചെയ്യുന്നത്. നമുക്ക് ആവശ്യം ഒരേ ഒരു പച്ചമാങ്ങയാണ്, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് വറ്റൽമുളകും. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാങ്ങ ഒന്ന് അരിഞ്ഞു വെക്കണം. അതിനുശേഷം വെളുത്തുള്ളിയും ഈ വറ്റൽമുളകും ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച മാങ്ങയിലൊരു 2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളൊരു 5-6 മണിക്കൂർ നന്നായിട്ട് ഈ ഉപ്പൊക്കെ മാങ്ങയിൽ പിടിക്കുന്നത് വരെ ഒന്ന് മൂടി വെക്കണം. ഉപ്പെല്ലാം നല്ല പിടിച്ച് കഴിയുമ്പോൾ മാങ്ങയിൽ നിന്നൊരു വെള്ളം ഊറി വരും. ആ സമയം നോക്കി നമുക്ക് അച്ചാർ തയ്യാർ ചെയ്യാം. വെളുത്തുള്ളിയും വറ്റൽമുളകും ഇപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 50 ഗ്രാം നല്ലെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. 1 സ്പൂൺ കടുകും കുറച്ച് ഉലുവയും ചേർത്തിട്ടുണ്ട്. നമുക്കതൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായ ഒന്ന് മൂത്ത ശേഷം ഒന്ന് മൂക്കണം. ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇതും ഒന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ നല്ല പൊരിഞ്ഞ് വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ ഇച്ചിരി മൂപ്പിട്ടുണ്ട്. എണ്ണയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കളറിനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർക്കുന്നത്. ചെറു തീയിൽ വേണം ചെയ്തെടുക്കാൻ. ഇനി മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ചൂടാറിയതിന് ശേഷം കുപ്പിയിലാക്കാം. ഇത് നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പാടില്ല, ഒരു ദിവസം വെച്ചിരുന്ന ശേഷമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് ഉപ്പും മാങ്ങയുടെ പുളിപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അച്ചാറിൽ. നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തുള്ള അച്ചാർ ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇത് ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കുന്ന അച്ചാറാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.